മോഹൻ ഭഗവത് ഒരു പ്രഖ്യാപനം നടത്തി. മഹാപ്രഖ്യാപനം എന്നാണ് പലരും അതിനെ വിശേഷിപ്പിക്കുന്നത്. RSS ഇനി ഒരു പള്ളിയുടെ മുകളിലും അവകാശവാദം ഉന്നയിക്കില്ല. RSSന്റെ പ്രവർത്തകർ മുതൽ RSSന്റെ നേതൃത്വം വരെ ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ്. ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ രാമക്ഷേത്രം, RSSന്റെ അജണ്ട പരിപൂർണമായും സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ? ഉടൻ തന്നെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോഹൻ ഭഗവത് പറഞ്ഞത്, RSS ഇനി ഒരു പള്ളിയുടെ മുകളിലും അവകാശവാദം ഉന്നയിക്കില്ല. 2 പള്ളിയുടെ കാര്യം എടുത്തു പറഞ്ഞു. വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്യാൻ വാപ്പി പള്ളി, മറ്റൊന്ന് മധുരയിൽ കൃഷ്ണ ജന്മഭൂമി എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തിന്റെ പരിസരത്തുള്ള ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്. ഈ 2 പള്ളിക്കും മുകളിലുള്ള അവകാശവാദം ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഞങ്ങൾ മുസ്ലിങ്ങളുമായിട്ട് ഒരു പ്രശ്നത്തിനുമില്ല. മുസ്ലിങ്ങളും ഞങ്ങളും നല്ല സുഹൃത്തുക്കളായിരിക്കും എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തിരിച്ചറിയേണ്ടതുണ്ട് ചില ഗൂഢാലോചനകൾ. ഈ 2 പള്ളിയുടെ കാര്യം മോഹൻ ഭഗവത് പറഞ്ഞില്ലേ? ആ പള്ളിയെക്കുറിച്ച്, അവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രം, വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഇടനാഴിയിലാണ് ഗ്യാൻ വാപ്പി പള്ളി ഉള്ളത് എന്നാണ് സംഘപരിവാറിന്റെ അവകാശവാദം. ഈ അവകാശവാദം പെട്ടെന്ന് കടന്നു വരുന്നു. അങ്ങനെ ഒരു സുപ്രധാന നിമിഷത്തിൽ പള്ളിയുടെ പരിസരത്ത് നിന്ന് ഹൈന്ദവ വിഗ്രഹങ്ങൾ കണ്ടെടുക്കുന്നു. ഉടൻ തന്നെ പള്ളിക്കു നേരെ സംഘപരിവാറിന്റെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നു. അങ്ങനെ അത് വലിയ പ്രശ്നമാകുന്നു, വലിയ വിവാദങ്ങളാകുന്നു. ഒടുവിൽ പലർക്കും തെളിയുന്നു അത് അവിടെ ആരോ ആ വിഗ്രഹങ്ങൾ കൊണ്ടിട്ടതാണ് എന്ന്. എന്നാൽ സംഘപരിവാർ പറഞ്ഞത് എന്താണ്? RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പറഞ്ഞത് എന്താണ്? അത് ദൈവത്തിന്റെ കോപമാണ്, അത് എങ്ങനെയോ പ്രത്യക്ഷപ്പെട്ടതാണ്, ദൈവകോപത്തിന്റെ ഫലമായി വന്ന വിഗ്രഹങ്ങളാണ് അത് എന്നാണ് RSS അടങ്ങുന്ന സംഘപരിവാർ സംഘടനകൾ പറഞ്ഞത്. അതോടൊപ്പം മോഹൻ ഭഗവത് പറഞ്ഞ മറ്റൊരു പള്ളിയാണ് കൃഷ്ണ ജന്മഭൂമിയുടെ പരിസരത്തുള്ള ഷാഹി ഈദ്ഗാഹ്. എന്നാൽ ഷാഹി ഈദ്ഗാഹിലും ഞങ്ങൾ ഇനി അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷെ തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. ഈ 2 പള്ളികളും ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ രാമക്ഷേത്രം പണിയാനുള്ള RSSന്റെ സംഘപരിവാറിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് മാത്രമായിരുന്നു. ഇന്ത്യയിലെ മറ്റുള്ള മുസ്ലിം ആരാധനാലയങ്ങളെ വേട്ടയാടിക്കഴിഞ്ഞാൽ എല്ലാം പോകുന്നതിന് പകരം ഒന്ന് പോയാൽ മതി എന്ന ചിന്തയിലോട്ട് ചില ആളുകൾ എത്തപ്പെടും എന്നുള്ള ഒരു വലിയ തോന്നലാണ് RSS അടങ്ങുന്ന സംഘപരിവാർ സംഘടനകൾ ഇന്ത്യയിലെ ബാബരി മസ്ജിദിന് പുറമെയുള്ള മറ്റു മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള കാരണം. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അവർക്ക് തോന്നുന്ന സമയത്ത് ഹൈന്ദവ വിഗ്രഹങ്ങളെ കൊണ്ടുപോയിട്ട് മുസ്ലിം ആരാധനാലയങ്ങളിൽ നിക്ഷേപിക്കുകയും തുടർന്ന് സമരപരിപാടികൾ നടത്തുകയും ചെയ്യുന്ന ഈ കൊള്ളരുതായ്മ ഇനിയെങ്കിലും ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികൾ പരിപൂർണതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മനസ്സിലാക്കി കാണാം, എന്നാലും മനസ്സിലാകാത്ത ആളുകൾ മനസ്സറിഞ്ഞ് മനസ്സിലാക്കുക. രാജ്യത്ത് എല്ലാ കലാപങ്ങളിലോട്ടും കടന്നുപോയതിൻ്റെ നേർസാക്ഷ്യമാണ് അയോധ്യയിലെ തർക്കഭൂമി. ആ തർക്കഭൂമിയിൽ രാമജന്മ ഭൂമി എന്നവർ അവകാശപ്പെടുമ്പോൾ അവിടെ രാമക്ഷേത്രം പണിയാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ പള്ളിയുടെ മുകളിലൊക്കെയുള്ള അവകാശവാദം. മറ്റൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അയോധ്യയിലെ തർക്കഭൂമിക്ക് ശേഷമാണ് BJPക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും വോട്ട് ബാങ്കുകളുടെ സ്വാധീനം കടന്നു വന്നത് എന്നും
നിങ്ങൾ തിരിച്ചറിയണം. ആരാണ് വിശ്വാസത്തെ ചൂഷണം ചെയ്തത്? ആർക്കാണ് യഥാർത്ഥ വിശ്വാസമുള്ളത്? സ്വന്തം ആരാധനാ വസ്തുക്കളെ മറ്റൊരു ആരാധനാലയത്തിൽ കൊണ്ടുപോയി ഇടുന്നതാണോ വിശ്വാസമെന്ന് ഇനിയെങ്കിലും പല ആളുകൾ തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.